അങ്ങനെ മൂന്നാമത്തെ മരം തല ഉയർത്തി നിൽക്കുക. ഒരു സുപ്രഭാതത്തിൽ മരം വെട്ടുകാർ വന്ന് മൂന്നാമത്തെ മരത്തെയും വെട്ടാൻ തുടങ്ങിയപ്പോൾ ആ മരം പറഞ്ഞു, എന്നെ വെട്ടരുത്, എനിക്കിവിടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കണം. പക്ഷെങ്കിൽ ആ മരത്തിൻ്റെ ആഗ്രഹവും സാധിച്ചില്ല, മൂന്നാമത്തെ മരത്തെയും വെട്ടി. ഇനി നിങ്ങൾ പറ, ഈ മരത്തിൻ്റെ ഏതെങ്കിലും ആഗ്രഹം സാധിച്ചോ? മൂന്ന് മരത്തിൻ്റെ സാധിച്ചോ? ഇല്ല, ഇല്ലെന്നാ പറയേ. ഇനി ബാക്കി കഥയുടെ കേട്ടിട്ട് നിങ്ങൾ പറയണം. ഒന്നാമത്തെ മരം എന്തായി മാറി? രാജാക്കന്മാർ കിടക്കുന്ന കട്ടിലാകാൻ ആഗ്രഹിച്ചു, പക്ഷേ തൊഴുത്തായി മാറി. ആ തൊഴുത്തിലായിരുന്നു രാജാക്കന്മാരുടെ രാജാവായി യേശു തമ്പുരാൻ ജനിച്ചത്. ഇപ്പോഴോ രണ്ടാമത്തെ മരത്തിനൊരു കപ്പലായി മാറണം രാജാക്കന്മാർ യാത്ര ചെയ്യുന്നത്.